ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ചെറിയൊരു സൗണ്ട് വ്യത്യാസമല്ലേ? ജലദോഷമാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത്. നമുക്കെന്നാൽ അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 13ാമത്തെ പാർട്ടാണ്. ദേവ, നീ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? ദേവിയുടെ റൂമിലെ ലൈറ്റ് കണ്ട് വന്ന് ശിവ ചോദിച്ചു. ഇല്ല, കുറച്ച് വർക്ക് കൂടി ഉണ്ട്. എൻ്റെ ആ PA ഇപ്പം ഇല്ലാത്തത് കൊണ്ട് വർക്ക് ഇരട്ടിയായി. വർക്കൊന്നും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റണില്ല. ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുക. അതിനെന്തിനാ പുതിയ ഒരു PA അപ്പോയിന്റ് ചെയ്യേ? ഇപ്പം നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ദേവിയുടെ കയ്യിലുള്ള ഫയൽ വാങ്ങിക്കൊണ്ട് ശിവ പറഞ്ഞു. അല്ല ദേവാ, ഇതൊരു ചാൻസായി കണ്ടൂടെ നിനക്ക്? ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ശിവ പെട്ടെന്ന് എന്തോർത്ത പോലെ പറഞ്ഞു. എന്ത് ചാൻസ്? ദേവ മനസ്സിലാവാതെ ചോദിച്ചു. നിന്റെ മറ്റേ കുട്ടിയില്ലേ, എന്താ ഗേളുടെ നെയിം? രേവതി, അങ്ങനെ എന്തോ. ആ, രേവതി. അതിനെന്താ? ആ കുട്ടിയെ നിന്റെ PA ആയിട്ട് അപ്പോയിന്റ് ചെയ്യേ. ഏയ്, അതൊന്നും ശരിയാവില്ല. വാട്ട് മാൻ, ഇതിന് നല്ലൊരു ചാൻസ് എനിക്ക് കിട്ടില്ല. ജസ്റ്റ് ട്രൈ ഇറ്റ് യാർ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോഴേക്കും ദേവയുടെ ഫോൺ റിങ് ചെയ്തു. ദേവ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതിനനുസരിച്ച് അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. എന്താടാ, എന്താ പറ്റിയേ? കോള് കട്ട് ചെയ്ത് ദേവിയോട് ചോദിച്ചു. നിന്റെ സംശയം ശരിയാണ്. വിജയ് തന്നെയാണ് ആ സ്പൈ. നമ്മുടെ അതേ പ്രൊജക്ട് മെത്തേഡ് തന്നെയാണ് ആരെ ഗ്രൂപ്പ് ഓഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി എന്തിനാ ശിവ വെയിറ്റ് ചെയ്യണേ? അഡേഷ് മോന് കൊടുത്തൂടെ ഉള്ളത്? വെയിറ്റ് ദേവ, നിനക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം വിജയ് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന? അവനൊരു ഹെൽപ്പർ കൂടെയുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കാതെ വിജയിനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ കണ്ടുപിടിക്കാനാ? നമ്മുടെ കയ്യിൽ അതിനുള്ള ടൈമില്ല. ഇപ്പം ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഹെൽപ്പറെ കണ്ടുപിടിക്കണോ? നമുക്ക് നോക്കാം, ഒരു വഴി തെളിയാതിരിക്കില്ല. എന്തോ ഉറപ്പിച്ച് ശിവ പറഞ്ഞു. ഈ പെണ്ണൊരുത്തിയെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എൻ്റെ മഹാദേവ. റിങ് ചെയ്യുന്ന ഫോണിലേക്ക് നോക്കി പാറോണ പറഞ്ഞു. എന്തിനാടി രാവിലെ തന്നെ ദൈവത്തെ ബുദ്ധിമുട്ടിക്കണേ? കുളിച്ചിറങ്ങിയ രേവതി തല തോർത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ദേഷ്യം വരിക. ഇന്നലെ വൈകുന്നേരം മുതൽ വിളക്കാൻ തുടങ്ങിയതാ ഈ ചേച്ചി. ഏത് ചേച്ചി? ആളെ മനസ്സിലാവാതെ രേവതി ചോദിച്ചു. ശ്രുതി ചേച്ചി. ശിവസാർ എന്തിനാ എന്നെ വിളിപ്പിച്ച? തേങ്ങ മാങ്ങ അങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കാടി. ശ്രുതി ചേച്ചി എന്തിനാ അതൊക്കെ അറിയണേ? എനിക്കറിയില്ല. ഇനി ആ ചേച്ചിക്ക് ശിവസാറിനോട് വല്ല പ്രണയോ മറ്റോ ഉണ്ടോ എന്തോ? പാർവണ പുച്ഛത്തോടെ പറഞ്ഞു. അത് പറയുമ്പോ എന്താടി നിനക്കൊരു പുച്ഛം? ശ്രുതി ചേച്ചിക്ക് എന്താ ശിവസാറിനെ പ്രേമിച്ചൂടെ? സാറ് ചുള്ളനല്ലേ? പൊള്ളി ലുക്കാണ്. ചുള്ളനല്ല, കുള്ളനാണ് അയാള്. പുറത്തോണ്ട് വെളുപ്പം മനസ്സിലുണ്ടായിട്ട് എന്താ കാര്യം? സ്വഭാവം വിട്ടുപോത്തിന്റെ അല്ലേ? അത് നിന്റെ കയ്യിലെടുപ്പ് ശരിയല്ലഞ്ഞിട്ടല്ലേ? സാറ് മറ്റുള്ളവരോടെല്ലാം നല്ല രീതിയിലാണ് പെരുമാറണേ, രേവതി പറഞ്ഞു. അത് കേട്ടതും പാറോണ മുഖം വീർപ്പിച്ചുകൊണ്ട് ഡ്രസ്സുമായി കുളിക്കാൻ കയറി. രേവതി ചിരിയോടെ പറഞ്ഞ് തൻ്റെ ഫോൺ എടുത്ത് ബെഡിൽ വന്നിരുന്നു. രേവതി ഫോണിന്റെ ലോക്ക് തുറന്ന് ഗാലറി ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും ദേവയുടെ ഒരു ഫോട്ടോ എടുത്തു നോക്കി. ആരുടെയോ കയ്യിൽ നിന്നും ഒരു മെമൻറ്റോ വാങ്ങിക്കുന്ന ദേവയുടെ ഒരു ഫോട്ടോ ഓഫീസിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ആരും കാണാതെ അവൾ എടുത്തതാണ്. കുളിക്കാൻ കയറിയപ്പോഴാണ് തോർത്തെടുക്കാൻ മറന്ന കാര്യം പാർവണ ഓർത്തത്. ബാത്റൂമിൽ നിന്നും ഇറങ്ങി അവൾ കാണുന്നത് ഫോൺ നോക്കിയിരിക്കുന്ന രേവതിയാണ്. പാർവണ ശബ്ദമുണ്ടാക്കാതെ അവളുടെ പിന്നിൽ ചെന്ന് നിന്നു. അമ്പടി കള്ളി, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? രേവതിയുടെ കയ്യിലെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പാർവണ പറഞ്ഞു. തുമ്പി, ഫോൺ ഇതാ. നീ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങള്. അതെ, ഞാൻ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങളും തന്നെ എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ നിന്റെ ഫോണൊന്ന് നോക്കട്ടെ. അവൾ ഫോൺ നോക്കിക്കൊണ്ട് പറഞ്ഞു. തുമ്പി, നിന്നോടാ പറഞ്ഞ എന്റെ ഫോൺ തരാൻ. അത് പറഞ്ഞ രേവതി ഫോൺ തിരികെ വാങ്ങാൻ നിന്നെങ്കിലും പാർവണ ഫോൺ കൊണ്ട് പുറത്തേക്ക് ഓടി. തുമ്പി, നിനക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. അവളുടെ പിന്നാലെ ഓടിക്കൊണ്ട് രേവതി പറഞ്ഞു. ഇല്ല, ഞാൻ നിൽക്കില്ല. അത് പറഞ്ഞ അവൾ റോഡിലേക്ക് ഓടിയിറങ്ങി. അവൾക്ക് പിന്നാലെ രേവതി ഉണ്ടെന്നറിഞ്ഞതും പാർവണ റോഡിനപ്പുറത്തേക്ക് കടന്നു. അവൾക്ക് പിന്നാലെ രേവതിയും.
രേവതി തന്നെ പിടിക്കുമെന്ന് കണ്ടതും പാർവണ തിരിഞ്ഞ് റോഡിന് ഇപ്പുറത്തേക്ക് വീണ്ടും ക്രോസ് ചെയ്തു. വണ്ടി! തനിക്ക് പിന്നാലെ വരുന്ന രേവതിയുടെ നേർക്ക് വരുന്ന വണ്ടിയെ ചൂണ്ടിക്കൊണ്ട് പാർവണ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എങ്കിലും രേവതി അത് ശ്രദ്ധിക്കാതെ കാൽ മുന്നോട്ടെടുത്തു വെച്ചു. പാർവണ അലറി വിളിച്ചു. അപ്പോഴേക്കും 2 കൈകൾ രേവതിയെ പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചിരുന്നു. ദേവസ! തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് രേവതി പറഞ്ഞു. ദേവു, നിനക്ക് നിങ്ങൾ പറ്റിയ? പാർവണ അവളുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു. ഇവനില്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പറ്റിയാനെ. നിനക്കെന്താ ഇത്രയും ബോധമില്ലേ? റോഡിലൂടെയാണ് നിന്റെ കുട്ടിക്കളി. ഇപ്പൊ നീ കാരണം ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാനെ, ശിവ പാർവണയോടായി പറഞ്ഞു. അത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും അവൾ കരയാതെ ഇരിക്കാൻ പരമാവധി ശ്രമിച്ചു. അവളൊന്നും ചെയ്തില്ല, ഞാനാണ് ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്ത്. രേവതി തല കുനിച്ചു നിൽക്കുന്ന പാർവണയെ നോക്കി പറഞ്ഞു. കുട്ടി ഇവളുടെ ഒപ്പം നടന്ന് ഓരോ പ്രശ്നത്തിൽ ചെന്ന് പെടണ്ട. ഇവളോ ഇങ്ങനെയായി. താൻ സൂക്ഷിച്ചാൽ തനിക്ക് കൊള്ളാം. ജീവന് കൊതിയുണ്ടെങ്കിൽ മതി. ശിവ വീണ്ടും കുറ്റപ്പെടുത്തി പറഞ്ഞു. പാർവണയ്ക്ക് അത് സഹിക്കാനായില്ല. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ച് അവൾ തിരിഞ്ഞു നടന്നതും ഒരു ബൈക്ക് അവൾക്ക് നേരെ വന്നു. അവൾ പേടിച്ച് കണ്ണടച്ചു നിന്നതും ബൈക്ക് വന്ന് അവളുടെ കയ്യിൽ തട്ടിയതും അവൾ കാൽമുട്ടിടിച്ച് റോഡിൽ വീണു. ശിവ പെട്ടെന്ന് അവളുടെ അരികിലേക്ക് ഓടി. അപ്പോഴേക്കും ബൈക്കുകാരനും വണ്ടി ഒതുക്കി അവിടേക്ക് ഓടി വന്നിരുന്നു. കാൽമുട്ടിടിച്ച് വീണതിനാൽ മുട്ടിൽ ചെറുതായി ഒന്ന് മുറിവായി. ശിവ വേഗം അവളുടെ കാലിലെ മുറിവിലെ മണ്ണ് തട്ടിക്കളഞ്ഞു. ദേവ, നീ ആ ഫസ്റ്റ് എയ്ഡും വെള്ളം എടുത്തിട്ട് വന്നേ, ശിവ പറഞ്ഞു. ദേവ വേഗം വീട്ടിലേക്ക് ഓടി. വേദനയുണ്ടോ തുമ്പി? രേവതി സങ്കടത്തോടെ ചോദിച്ചു. രാവിലെ തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോ തുമ്പിയും പാറ്റി ഇറങ്ങിക്കോളും, ശിവ അവളുടെ കാലിലെ മുറിവിലേക്ക് ഊതിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടണ്ട, പാർവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എഴുന്നേൽക്കാൻ നിന്നതും കാൽമുട്ടിലെ മുറിവിടെ വേദന കാരണം അവൾ താഴേക്ക് തന്നെ ഇരുന്നു. റോഡിലിങ്ങനെ ഇരിക്കണ്ട, ഗേറ്റ് തുറന്നുകൊണ്ട് ദേവ പറഞ്ഞതും ശിവയും രേവതിയും പാർവണയെ പിടിച്ച് ദേവയുടെ വീടിനകത്തേക്ക് കൊണ്ടുപോയി. മുറ്റത്തെ സ്റ്റെപ്പിലേക്ക് അവളെ ഇരുത്തി ശിവ അവളുടെ കാലിലെ മുറി തുടച്ച് മരുന്ന് വെച്ച് കെട്ടി. ഇവിടെ വല്ല വേദനയുണ്ടാ? മുട്ടിന് താഴെയുള്ള എല്ലിൽ അമർത്തിക്കൊണ്ട് ശിവ ചോദിച്ചു. ചെറിയൊരു വേദനയുണ്ട്. ഹോസ്പിറ്റലിൽ പോണോ? പാർവണി ഇടിച്ച ബൈക്കുകാരൻ ടെൻഷനോട് ചോദിച്ചു. പോകണോ ശിവ? ദേവിയെ അത് തന്നെ ചോദിച്ചു. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് മുട്ടിടിച്ച് വീണതിന്റെ ചെറിയൊരു വേദനയാ, അത് കുറച്ച് കഴിഞ്ഞ് മാറിക്കോളും. ഓ പിന്നെ, അത് പറയാൻ ഇയാൾ ഡോക്ടറല്ലേ? വെറുതെ ഓരോ പട്ടിഷോ ഇറക്കിക്കോളും, പാർവണ സുറുവറുത്തു. എന്ത്? ശിവ മനസ്സിലാവാതെ ചോദിച്ചു. ഒന്നുമില്ല, അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു. എന്നാൽ ഞാൻ പോയിക്കോട്ടെ സാർ? ആ ബൈക്കുകാരൻ ദേവയെ നോക്കി ചോദിച്ചു. താൻ പൊക്കോളൂ, ദേവ പറഞ്ഞു. അത് കേട്ടതും അയാൾ വേഗം പോയി. ഞാനിപ്പോ വരാം, അത് പറഞ്ഞ് ശിവ അകത്തേക്ക് പോയി. ദേവു, നിന്റെ ഫോൺ ആ റോഡിലാണ്, പാർവണ പെട്ടെന്ന് ഓർത്ത പോലെ പറഞ്ഞു. ഞാൻ എടുത്തിട്ട് വരാം, അത് പറഞ്ഞ ദേവ പുറത്തേക്ക് നടന്നു. നീ എന്താടി വിളിച്ചു നിൽക്കണേ? സാറ് നിന്റെ ഫോണിലെ ഫോട്ടോ കണ്ട എല്ലാം കൊഴിഞ്ഞു, പാർവണ അത് പറഞ്ഞ രേവതി ദേവയ്ക്ക് പിന്നാലെ പുറത്തേക്ക് ഓടി. ദാ ഇത് കഴിക്കി. തിരികെ വന്ന ശിവ അവൾക്ക് നേരെ ഒരു ടാബ്ലറ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, അവൾ എടുത്തടിച്ച പോലെ പറഞ്ഞു. നിന്റെ കാലിലെ വേദന മാറണമെങ്കിൽ കഴിച്ചാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല, ശിവ പുച്ഛത്തോടെ പറഞ്ഞു. അങ്ങനെ കണ്ണീ കണ്ട ഗുളിക കഴിച്ച് എനിക്ക് വല്ലതും സംഭവിച്ചാൽ താൻ സമാധാനം പറയോ? ഇത് കഴിച്ച് നീ ചാവുകയാണെങ്കിൽ അന്ന് ചാവട്ടെ, അവളുടെ വായിലേക്ക് ടാബ്ലറ്റ് ഇട്ടുകൊണ്ട് ശിവ പറഞ്ഞു. ശേഷം ഗ്ലാസ്സിലെ വെള്ളം അവളുടെ ചുണ്ടിലേക്ക് ചേർത്തു. പേടിയുണ്ടെങ്കിലും അവൾ ആ ഗുളിക കഴിച്ചു. നിനക്ക് കുറച്ച് ഇറക്കമുള്ള ഡ്രസ്സ് ഇട്ടൂടെ? അവളുടെ മുട്ടോളം ഇറക്കമുള്ള ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു. ഏത് ഡ്രസ്സ് ഇടണമെന്ന് എൻ്റെ ഇഷ്ടമാണ്, അതിൽ സാറ് ഇടപെടണ്ട, അത് പറഞ്ഞ പാർവണ സ്റ്റെപ്പിൽ നിന്ന് എണീറ്റു. പക്ഷെ വേദന കാരണം അവൾ പിന്നിലേക്ക് വീഴാൻ പോയതും ശിവ അവളെ താങ്ങി നിർത്തി.
അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.